മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ അതായത് വീണയുടെ അമ്മയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ചാണ് ഈ കമ്പനി തുടങ്ങിയത്. എങ്കിൽ ആ പെൻഷൻ കാശ്, ഇത്ര വലിയ പെൻഷൻ കിട്ടുന്ന ഏത് ജോലിയാണെന്നുള്ളത് ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സോഴ്സും കൃത്യമായി തന്നെ അറിയണം. ഇങ്ങനെ അടിമുടി ദുരൂഹതയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് ആരാണ്? ED ആണ്. ഇത് രണ്ടാമത്തെ പോയിന്റ്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണയും ആ ദുരൂഹമായ വ്യക്തിയും ചേർന്ന് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആ പെർട്ടിക്കുലർ അക്കൗണ്ട് ഉണ്ടല്ലോ, ഈ അക്കൗണ്ടിലേക്ക് കോടാനുകോടികൾ വന്നിട്ടുണ്ട്. ഇത് എവിടുന്നാണ് വന്നത്? ഇത് ഒരു കമ്പനിക്ക് ഒരു ആനുവൽ റിപ്പോർട്ട് ഉണ്ടാവില്ലേ? ഏത് കമ്പനിയായാലും. ഇപ്പോൾ ജനൻ ടി വിയുടെ ആനുവൽ റിപ്പോർട്ട് മസ്റ്റാണ്. നമ്മളൊരു കമ്പനിയാണല്ലോ. ആ ആനുവൽ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഒരു വൗച്ചർ രേഖ പോലും അതിൽ കൃത്യമായി തന്നെ ഓഡിറ്റബിൾ ആണ്, അല്ലേ? ബാലൻസ് ഷീറ്റിൽ ഓഡിറ്റബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാലോജിക്കിൻ്റെ ആനുവൽ റിപ്പോർട്ട് ED പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ ഒരു ഇറർ കാണേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു, എങ്ങനെ ഇവർക്ക് പണം കൊടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. ഇനി വീണ്ടും എൻ്റെ ഒരു സംശയമുണ്ട്. 5 കൊല്ലം ഈ കമ്പനി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഈ കമ്പനിയുടെ കയ്യിലാണെങ്കിൽ ഇൻമാഗ് എന്ന് പറഞ്ഞ ആർക്കും വേണ്ടാത്ത ഒരു തട്ടുപൊളിപ്പൻ സോഫ്റ്റ്വെയറും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡീലും ഇവർ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ടും നടത്തിയിട്ടില്ല. CMRൽ നിന്ന് കിട്ടിയ ഈ 7 ലക്ഷം രൂപ വീണയ്ക്കും പിന്നെ കമ്പനിക്കും കിട്ടിയ ഈ 7 ലക്ഷം രൂപ വെച്ച് ഒരു കമ്പനി ഓടിക്കാൻ പറ്റും. 8 ലക്ഷം എത്രയായാലും അത് വെച്ച് ഓടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം, ഒരു IT സോഫ്റ്റ്വെയർ കമ്പനി ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ പോലും അതിലൊരു സെയിൽസ് ടീമിൻ്റെ ഒരാളുടെ മാസ വരുമാനം ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ വേണ്ടി വരും. അങ്ങനെ IT വിദഗ്ധന്മാരുടെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്കെയിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത്രയും പണം ഇല്ലാതെ ഇത് റൺ ചെയ്യാൻ പറ്റും? 5 വർഷം മുഖ്യമന്ത്രിയുടെ മകളാണെന്ന് കരുതി ആരെങ്കിലും പോയി പട്ടിണി കിടന്ന് പണിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ പണം എവിടുന്ന് വന്നു? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടത് EDയുടെ കയ്യിലാണ്. അവിടെയാണ് ഈ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട സംശയം ശക്തമായി തന്നെ ഉയരുന്നത്.